ഇപ്പൊ ഗോറി ആരാണ്ടൊക്കെ ഫോളോ ചെയ്യുന്ന എനിക്ക് തോന്നും. അങ്ങനെ ഇത് കണ്ട് അവളും പേടിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോഴാണ് ഗോറി വീട്ടിൽ ചെല്ലുമ്പം അവളുടെ പോലെ തന്നെ അയാൾ ഇങ്ങനെ ബാക്കിൽ നിൽക്കും. അങ്ങനെ ഇത് കണ്ട് ഗോറിയെ പെട്ടെന്ന് തിരിഞ്ഞ് അവൾ അവനെ അടിച്ചിടും. അപ്പോഴാണ് ഫോളോ ചെയ്തോണ്ടെന്നത് തൈമാന്ന് അവൾ അറിയുന്നത്. അങ്ങനെ ഇത് കണ്ട് അവളും പോയി അവനെ പൊക്കി, തൈം നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്താ എന്നിന് അവള് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവനും, ഞാനിപ്പോഴും നിന്നെ ഫോളോ ചെയ്താ, ഞാൻ എന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും, എന്തുവാ വീട്ടിൽ പോകുമായിരുന്ന, പക്ഷെ നിന്റെ വീട് ഇവിടങ്ങ് അല്ലല്ലേ, പിന്നെ നിന്നെ നീ ഇവിടെ ചുറ്റി കറങ്ങുന്ന എന്നിന് അവള് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് തൈമും, ഓ ഗോറിയ ഞാനിപ്പോ താമസം മാറി, ഞാൻ ഇനി തൊട്ട് നിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എന്റെ ഹെൽപ്പ് നീ ചോദിക്കാം എന്നിന് അവനും പറഞ്ഞതോടെ ഇത് കേട്ട് അവളും ഷോക്കാവും. അങ്ങനെ അതിനുശേഷം തൈമും ഗോറിയെ വിളിച്ചിട്ട് അവന്റെ വീട്ടിൽ പോകുമ്പോഴാണ് അവളും ചോദിക്കുന്നത്, തൈം നീ ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് താമസം അറിയാ, നീ സാധാരണ വലിയ വലിയ ഹോട്ടലല്ലേ താമസിക്കുന്നത്, ഇപ്പൊ ഇതിനെ നീ ചെറിയ വീട്ടിൽ താമസം അറിയാ എന്നിന് അവളും കൺഫ്യൂസ് ആവും. അപ്പോഴാണ് ഇത് കേട്ട് അവനും, ഗോറിയ ഈ വീടും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാ, അത് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ നിന്റെ വീടുണ്ട്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും നിന്നെ കാണാമല്ലോ, നിന്നെ അന്വേഷിച്ച് ഞാൻ എത്ര ദിവസം കഷ്ടപ്പെട്ടെന്നറിയാം, പോരാത്തിന് ഇവിടെ കള്ളന്മാരുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും, ടൈം നിന്നെ കൊണ്ട് ഈ വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റുമോ എന്നിന് അവളും ഡൗട്ടായിട്ട് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും, ഗോറിയ ഈ ടൈം ഒരു തീരുമാനം എടുത്താ പിന്നെ അത് ആരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ കാരണം നിനക്കൊരു ശല്യം വരുത്തില്ല എന്നിന് അവനും ഗോറിയെ പറഞ്ഞയച്ചിട്ട് അന്ന് രാത്രി തന്നെ അവൻ ഗോറിയുടെ പേര് വിളിച്ച് നിലവിളിക്കും. അപ്പൊ ഇത് കേട്ട് അവളും പേടിച്ച് ടൈമിന്റെ വീട്ടിലേക്ക് ഓടി വരുമ്പോഴാണ് അവന് വാഷിംഗ് മെഷീൻ ഓണാക്കാൻ അറിയാതെ അതിലെ വെള്ളം ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ഗോറിയും പോയി ശരിയായി കൊടുത്തിട്ട് അവൾ തിരിച്ച് കിടക്കാൻ പോകും. അപ്പോഴാണ് വീണ്ടും ടൈം അവളെ വിളിച്ചിട്ട്, കൊറിയ ആ ടിവിയുടെ മേളിൽ എന്തോ നടന്നു വന്ന്, അതിന് 6 കാലൊക്കെ ഉണ്ട്, നീ അതിനെ ഇവിടെ നിന്ന് എടുത്തോണ്ടോ, എനിക്ക് പേടിയാവുന്നു എന്നിന് അവനും പേടിച്ച് ഇങ്ങനെ ഒളിഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഗോറി അത് പിടിച്ചിട്ട്, ഓ ഇതിനൊക്കെയാണ് ടൈം പേടിക്കുന്നത് എന്നിന് അവനായിട്ട് പേടിപ്പിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഗോറി വീണ്ടും കിടക്കാൻ പോകുമ്പോഴാണ് വീണ്ടും ടൈം അവളെ വിളിച്ചോണെത്തിയിട്ട്, ഗോറിയ എന്റെ ഷർട്ട് കത്തിപ്പോയി, ഇനി ഞാൻ എങ്ങനെ ഇത് ഇടും എന്നിന് അവന് ഓരോ തവണ ഗോറിയെ വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ അവന്റെ ശല്യം കാരണം രാത്രി ഫുള്ളും ഇവരുടെ ഉറക്കം പോകും. അങ്ങനെ അടുത്ത ദിവസം അവൾ ഈ കാര്യമൊക്കെ കാനിങ്ങിനോട് പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് സ്കൂളിൽ എല്ലാ സ്ഥലത്തും ടൈമിന്റെ ബർത്ത്ഡേക്ക് ഇനി വേറെ 2 ദിവസം ഉള്ളെന്ന് പറഞ്ഞ് സ്കൂൾ മൊത്തത്തിൽ പോസ്റ്റർ അടിച്ചു വെച്ചേക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് ഗോറിയും, ഓ എവിടെ പോയാലും ഇവന്റെ ശല്യമാണല്ലോ എന്നിന് അവളും ഭ്രാന്ത് പിടിച്ചിരിക്കും. അതേസമയം ചേച്ചിയും ടൈമിനെ വിളിച്ചിട്ട്, എടാ ടൈം ഗോറിയുടെ കാര്യത്തിൽ അമ്മ ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് നീ എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം എന്നിന് ചേച്ചിയും പറയുമ്പോഴാണ് ഇത് കേട്ടവനും, ഓ അവരെപ്പോഴും ഇങ്ങനെയല്ല, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, എന്തായാലും ഗോറി എന്റെ ബർത്ത്ഡേ പാർട്ടി വരുമല്ലെന്നോലും അറിയത്തില്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ചേച്ചിയും, ടൈം ഗോറി നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരും, നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ റെഡിയാക്കാം, ഞാൻ അവൾക്ക് വേണ്ടി ലുക്കായിട്ടുള്ള ഡ്രസ്സ് കൊടുത്ത് നിന്റെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് പറഞ്ഞയക്കാം എന്നിന് ചേച്ചിയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് എം ജിയും, എടാ നീ എന്തിനാ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയ എന്നിന് അവന്മാരെല്ലാം ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും, ഓ ഞാൻ നിങ്ങളെ വിളിച്ചത് പാർട്ടി തരാൻ വേണ്ടിയാ എന്നിന് അവൻ പറയും. അപ്പോഴാണ് റിന്ന് മനസ്സിലാക്കിയിട്ട്, എടാ ടൈം സത്യം പറ, നീ എന്തിനാ ഞങ്ങൾ വിളിച്ച എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവനും, ഓ അതൊന്നുമില്ല, ഞാൻ കാരണം ഗോറിക്ക് കുറെ ശല്യം വരുന്നു, അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ വിളിച്ച എന്നിന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ടിട്ട് കവിനും, എന്നാ ശരി പാർട്ടി എന്തിയെ, ഞങ്ങൾക്ക് ഇവിടെ വിഷം നടക്കുക എന്നിന് അവനും പറയുമ്പോഴാണ് ടൈം ഇത് കേട്ട് ഫുഡ് ഉണ്ടാക്കി അവന്മാർക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇത് കണ്ട് അവന്മാര് വിശ്വസിക്കാതെ, ഓ ടൈം പാചകം ചെയ്യാനൊക്കെ പഠിച്ച എന്നിന് അവന്മാരിൽ അത് കഴിക്കാൻ പോകും. അപ്പോഴാണ് ടൈമും തടഞ്ഞിട്ട്, നിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന അതേ സമയത്ത് TV കാണണം, നിങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കാണത്തില്ലെന്ന് അറിയാം എന്നിന് ഇവെല്ലാം TV കണ്ടോണ്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ടൈമിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇടാൻ വേണ്ടി അവന്റെ ചേച്ചി ഗോരയ്ക്ക് ഒരു നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഇത് കണ്ട് അവളും, ഓ നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ തന്നെ ഇപ്പൊ കുറച്ച് മോശമായിട്ടിരിക്കുക, ഈ സമയത്ത് ഞാൻ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയി ടൈം വേസ്റ്റ് ചെയ്യണോ എന്നിന് അവൾ അനിയനോട് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവനും, ഓ പ്രശ്നങ്ങളൊക്കെ പതിയെ സോൾവ് ആയിക്കോളും, ചേച്ചി എന്തായാലും ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോ, അതിനു വേണ്ടിയല്ലേ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് അയച്ചേക്കുന്നത് എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടൈം ഒന്ന് ഡോർ ഇറക്കുന്നത്. അപ്പൊ അവളുടെ ഇരിക്കുന്ന ഡ്രസ്സ് നേരെ ചെന്ന് അനിയന്റെ പാത്രത്തിൽ വീഴും. അപ്പൊ ടൈമും, ഗോര TV വർക്ക് ചെയ്യുന്നില്ല, ഞാൻ നിന്റെ അമ്മയെ പോലെ കുറെ തട്ടി നോക്കി എന്നിന് അവനും TVയും കൊണ്ടുവരും. അപ്പൊ ഇത് കണ്ട് അവളും, ടൈം ഞാൻ അത് പിന്നെ നോക്കാം, നീ പോയ എന്നിന് അവനെ പുറത്താക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് നമ്മുടെ അനിയനും, ചേച്ചിയുടെ ഡ്രസ്സിന് കുറച്ച് വെറൈറ്റി ഡിസൈൻ കിട്ടിയിട്ടുണ്ട് എന്നിന് അവനും കാണിച്ചതോടെ ഇത് കണ്ട് ഗോരി അത് വാഷ് ചെയ്യാൻ വേണ്ടി കടയിൽ കൊടുക്കും. അപ്പോഴാണ് അയാൾ 600 രൂപയെന്ന് പറയും. അപ്പൊ ഇത് കേട്ട് അവളും, എന്തുവാ 600? പക്ഷെ ഇതിനകത്ത് 300 കൊടുത്തിട്ടുള്ളു, നിങ്ങളും ആളെ പറ്റിക്കാൻ നോക്കുന്ന എന്നിന് അവൾ അയാളോട് തർക്കിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ വേറൊരു പയ്യൻ വന്നിട്ട്, ഇത് കണക്ക് ഞാൻ ഒരു ഡ്രസ്സ് തന്നായിരുന്നല്ല, പക്ഷെ അതിന് ഇവിടെ ഓണർ 300 വാങ്ങിച്ചോളൂ, നിങ്ങളെന്ത് ഇപ്പൊ വില കൂട്ടി പറയുന്ന എന്നിന് അവന് ഫോൺ എടുത്ത് ഓണറിനെ വിളിക്കാൻ പോകും. അപ്പോഴാണ് അയാളും പിടിച്ചിട്ട്, ഓക്കെ 300 ആ ഡ്രസ്സിങ് തന്ന് എന്നിന് അയാളത് വാങ്ങിച്ചോണ്ട് പോകും. അങ്ങനെ ഇത് കണ്ട് അവൾ ആ പയ്യനോട് താങ്ക്സ് പറഞ്ഞിട്ട് കടലിലേക്ക് പോകും. എന്നിട്ട് അവളും ടൈമിന്റെ ബർത്ത്ഡേക്ക് എങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് കാനിങ്ങും, കൊറിയ ടൈം റിച്ചാന്ന് പറഞ്ഞ് നീ വില കൂടിയ സാധനം കൊടുക്കണമെന്നില്ല, എന്റെ ബർത്ത്ഡേ കിട്ടിയ ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് ഏതാണെന്നറിയാം, അത് നീ കൈ കൊണ്ടുണ്ടാക്കിയ നെക്ലസ്, അതുകൊണ്ട് ടൈമിന് നീ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് ഉണ്ടോ, അതായിരിക്കും ഏറ്റവും വിലപ്പെട്ടത് എന്നിന് അവളും പറയും. അങ്ങനെ ഇത് കേട്ട് അവൾ അടുത്ത ദിവസം ടൈമിന് വേണ്ടി കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി
അവള് വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് സൈഡിൽ തൈമിന്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഇത് കേട്ട് അവൾ ആ റൂമിലേക്ക് നോക്കും. അപ്പോഴാണ് തൈമും ഒരു വില കൂടിയ കസേര ഇരുന്നിട്ട് ഹോ എനിക്ക് ഇപ്പോഴാ സമാധാനമായ, അവിടുത്തെ ബെഡിനൊക്കെ എന്തൊരു കട്ടിയാളാ, എനിക്ക് എന്റെ നടുവേന എടുക്കുന്നത് എന്ന് അവനും പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് എം ജിയും എടാ തൈം നീ അവൾക്ക് വേണ്ടി എന്തിനു ഇത്രയും കഷ്ടപ്പെടുന്ന, നിനക്ക് ഇതൊക്കെ ആവശ്യമാണോ എന്ന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് തൈമും ഹോ ഞാനൊക്കെ എങ്ങനെയാടാ ചെറിയ വീട്ടിൽ താമസിക്കുന്നത്, അവിടുത്തെ ബെഡിൽ പോലും നേരെ ചൊവ്വ കിടക്കാൻ പറ്റുന്നില്ല, ഈ 2 ദിവസം എന്റെ തുണി കഴുകിടാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാം, അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ഇട്ട് ഇനി തൊട്ട് രാത്രി ഘോരം ഇറങ്ങിയതിനു ശേഷം ഞാൻ അവളറിയാതെ എന്റെ അഴുക്ക് ഡ്രസ് എല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പോവാ, എന്നെ കൊണ്ടൊന്നും അത് കഴുകാൻ പറ്റത്തില്ല. എന്നിട്ട് രാവിലെ അവൾ എഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ കഴിവിടുന്ന ആക്ഷൻ കാണിക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് അവള് തന്നെ വീണു എന്ന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് റെന്നും എടത്തായും അപ്പൊ നീ അവിടെ കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞ, നീ രാത്രി അവിടെ നിന്ന് പോയാ പിന്നെ നീ ഗോറി സുരക്ഷിതമായിട്ട് നോക്കും എന്ന് അവൻ ചോദിക്കും. അപ്പോഴാണ് തൈമും എടാ റൻ അതിനല്ലേ എന്റെ ബുദ്ധി ഇവിടെ വർക്ക് ചെയ്യുന്ന, ഞാൻ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു CCTV ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോവാ, അതിനുശേഷം ഞാൻ രാത്രി വീട്ടിൽ പോയാലും ഒരു കുഴപ്പമില്ല, പോരാത്തിന് ഞാൻ രാത്രി വീട്ടിൽ പോകുന്ന കാര്യം ഗോറി ഒരിക്കലും അറിയാൻ പോകുന്നില്ല, കാരണം അവളൊരു മണ്ടിയ, അവളെ കൊണ്ട് എന്റെ മാസ്റ്റർ പ്ലാൻ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ഗോറി കേട്ടോണ്ടിരിക്കുന്ന കാര്യം എന്നറിയാതെ അവൻ അവന്മാരോട് പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഗോറി അകത്ത് ഇരുന്നിട്ട് ആ അവള് മണ്ടിയല്ലേ പിന്നല്ലാതെ അവളൊക്കെ എന്നിന് അവളെ കണ്ട് ഷോക്കായതോടെ ഗോറി അവനടിച്ച് പൊട്ടിക്കും. അങ്ങനെ ഇത് കണ്ട് അവന്മാരെല്ലാം നൈസിന് അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ഗോറിയെ പുറത്ത് നിന്ന് തൈമിന്റെ ഫോട്ടോയ്ക്കകത്ത് കുത്തിവരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ ഇന്നലെ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കണ്ട ആ പയ്യൻ അവിടെ ഇരുന്നത്, ഇവന്റെ പേരാണ് ടലൈ. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഗോറിയും ഇന്നലെ നീയല്ലേ വാഷ് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന്, നീ ഇവിടെ ആണോ പഠിക്കുന്നത് എന്ന് അവൾ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ആ ഞാനിപ്പോ സ്കോളർഷിപ്പ് കിട്ടി പുതിയതായിട്ട് ഇവിടെ വന്നേ ഉള്ളു, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇഷ്ടമല്ല എന്ന് അവനും പറഞ്ഞ് നോക്കുമ്പോഴാണ് ഗോറിയെ തൈമിന്റെ പടത്തിൽ കുത്തിവരച്ചേന്ന് കാണുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അവനും ഇതെന്തോ അപ്പൊ നിനക്കും F4 ഇഷ്ടമല്ല എന്ന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ആ അവന്മാർക്ക് ബുദ്ധിശാലി എന്നേ വിചാരം എന്നിനെ തൈമിനെ കുറിച്ച് കളിയാക്കി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും തൈമിന്റെ ഫോട്ടോ എടുത്തിട്ട് എന്നാ ശരി നിന്റെ ദേഷ്യമെല്ലാം ഇതീ കാണിച്ച് തീർക്ക് എന്നിന് അവന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ വയ്ക്കും. അങ്ങനെ ഇത് കണ്ട് അവളെടുത്തെന്ന് ആ ഫോട്ടോയ്ക്ക് അടിച്ച് അവളുടെ ദേഷ്യമെല്ലാം തീർക്കും. അതിനുശേഷം അവനും ഗോറിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പറയും ഗോറിയ നീ പാർട്ട് ടൈം ആയിട്ട് ജോലി നോക്കുമെന്നല്ലേ പറഞ്ഞ, എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ വേണേ ഒരു ജോലി സെറ്റ് ആക്കി തരാം എന്നതിന് അവൻ പറയുന്നിട്ട് അവളും താങ്ക്സ് പറയും. അപ്പോഴാണ് അവനും ഗോറിയ താങ്ക്സ് ഒക്കെ എന്തിനാ, നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണ്ടേ, കാരണം നമ്മൾ F4 പോലെ മോശമായൊന്നല്ലല്ലോ എന്നതിന് അവൻ F4 വിരോധമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. അങ്ങനെ ഇത് കേട്ട് അവളും കൺഫ്യൂസ് ആയിട്ട് വീട്ടിൽ കയറി പോവും. അപ്പോഴാണ് അവിടെ തൈമിന്റെ ചേച്ചി വാങ്ങിച്ചു ഡ്രസ്സ് കാണുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് അവളും തൈമിന്റെ അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവളെ ഡ്രസ്സ് എടുത്തോണ്ട് തിരിച്ച് തൈമിന്റെ വീട്ടിൽ ചെന്ന് കൊടുക്കും. അങ്ങനെ അവളും ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അവിടെ റൺ വന്ന് ഗോറിയെ വിളിച്ചോണ്ട് പുറത്തേക്ക് സംസാരിക്കും. അപ്പോഴാണ് അവനും ഗോറിയ ഡ്രസ്സ് തിരിച്ചു കൊടുത്തത് കണ്ടിട്ട് ഓ ഗോറിയ ഞാൻ വിചാരിച്ച് നീ ആ ഡ്രസ്സ് ഇട്ടോണ്ട് പാർട്ടിക്ക് വരുമെന്ന്, പക്ഷെ നീ ആ ഡ്രസ്സ് തിരിച്ചു കൊടുത്തല്ല ഷേ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടിട്ട് അവളും റൻ എന്നെ പോലെ പാവപ്പെട്ടവർക്കൊന്നും ആ ഡ്രസ്സ് സ്യൂട്ട് ആവത്തില്ല എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് റെന്നും ഗോറിയ നീ മിറ പറഞ്ഞ കാര്യം മറന്നുപോയാ, ഇവിടെ മനുഷ്യർ തമ്മിൽ പാവപ്പെട്ടവര് റിച്ച് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എല്ലാത്തിനും അവകാശമുണ്ട് എന്നിന് അവനും ഗോറിയുടെ മനസ്സ് മാറ്റി അവളെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ പറയും. അതിനുശേഷം അവളും വീട്ടിൽ ചെല്ലുമ്പോഴാണ് അകത്തായി അനീനായിട്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് അവളും അടുത്ത് ചെല്ലുമ്പോഴാണ് അനീനും പറയുന്നത് ഓ ചേച്ചി നമ്മുടെ കിച്ചൺ കണ്ട തൈമ് പാചകം ചെയ്യാന്ന് പറഞ്ഞ് മൊത്തത്തിൽ കുളവാക്കി എന്നിന് അവൻ ആ കോലം കാണിച്ചു കൊടുക്കും. അപ്പനാണ് ഇത് കണ്ടിട്ട് അവനും ആ നീ ഒന്നും പേടിക്കണ്ട ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് തരാം, നീ ആദ്യം ഞാൻ ഉണ്ടാക്കി ഫുഡ് കഴിച്ചു നോക്ക് എന്നിന് അവളെ എഴുത്തി ആ ഫുഡെല്ലാം കഴിപ്പിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇവർ രണ്ടിനും പുറത്തിറങ്ങുമ്പോഴാണ് ഗോറിയും ചോദിക്കുന്നത് തൈം നീ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണോ, നിന്റെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്ക് അറേഞ്ച് ചെയ്യുന്നല്ല, നിനക്ക് അവിടെ എല്ലാം ജോലി കാണുമല്ലോ അപ്പം എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ടിട്ട് അവനും ഗോറിയ എനിക്ക് അങ്ങനത്തെ ബർത്ത്ഡേ പാർട്ടി ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്നിന് അവൻ പറയും. അങ്ങനെ ഇത് കേട്ടോണ്ടിരുന്നിട്ട് അവളും ആ എന്നാ ശരി എന്നാ പിന്നെ വീട്ടിൽ പോയിക്കോ എന്നിന് അവനെ പറഞ്ഞു വിടാൻ നോക്കും. അപ്പൊ ഇത് കേട്ട് അവനും നീ എന്തുതന്നെ എത്ര പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് നിനക്കൊല്ലം കുഴപ്പമുണ്ടോ എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും ടൈം ഇപ്പൊ സമയം കുറെ ആയി ഞാൻ പോയി കിടക്കാൻ പോവാ എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഗോറിയ കുറച്ച് സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്യും എന്നിന് അവൾ അവിടെ പിടിച്ചെടുത്തും, കാരണം 12 മണിയായ നമ്മുടെ ടൈമിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോഴാണ് ഇത് കേട്ട് അവളും ആ ശരി ഞാൻ കുറച്ച് സമയം നിന്ന് ഞാനിപ്പോ പോവാ എന്നിന് അവളും പോവാൻ നോക്കും. അപ്പോഴാണ് അവനും പറഞ്ഞിട്ട് ഗോറിയ നീ സമയം നോക്കുന്നില്ല എന്നിന് അവന് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് അവളും സമയത്തിന് എന്തോ കുഴപ്പം എന്നിന് അവള് വാച്ച് നോക്കുമ്പോഴാണ് കറക്റ്റ് 12 മണിയാവുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ടൈമിന്റെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെ ഇത് കണ്ടിട്ട് അവനും ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇപ്പൊ എന്റെ ബർത്ത്ഡേ എന്നിന് അവനും കണ്ണടച്ച് ഈ ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് ഗോറിയുടെ വയസ്സ് ഉണ്ട് അവന് ഹാപ്പി ബർത്ത്ഡേ പറയും. അപ്പൊ ഇത് കേട്ട് അവളും ചിരിച്ചിട്ട് ടൈം നീ തന്നെ നിനക്ക് വിഷ് ചെയ്യുന്നോ എന്നിന് അവളും ചിരിക്കുമ്പം ഇത് കണ്ടിട്ട് അവനും ഗോറിയ നിനക്ക് എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിന് അവനും പറഞ്ഞ് നടക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും അതിന് ആര് പറഞ്ഞ് ഞാൻ വരത്തില്ലെന്ന്, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആയിട്ട് അവിടെ വരും, ഒരേശം നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നീ എന്നോട് കംപ്ലൈന്റ് ചെയ്യല്ലേ എന്നിന് അവളും പറഞ്ഞിട്ട് അകത്തേക്ക് പോകും. അതിനുശേഷം അടുത്ത ദിവസം ടൈമിന്റെ ബർത്ത്ഡേക്ക് ഗോറി യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ നോക്കി അവളും ഗിഫ്റ്റ് ആയിട്ട് കുക്കീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി അവൾ ആ ഗിഫ്റ്റ് എടുത്തോണ്ട് ടൈമിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും. അപ്പോഴാണ് ടൈമിന്റെ അമ്മ ഇത് കണ്ട് അടുത്ത് വന്നിട്ട് ഓ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ അത്രയും പറഞ്ഞിട്ടും നീ നാണമില്ലാതെ ഇവിടെ വന്നേക്കുന്നു എന്നിന് അവളായിട്ട് സംസാരിക്കുന്നതൊക്കെ MJ അവനെ കേട്ടോണ്ടിരിക്കും.
പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഗോറിയും ഞാനിവിടെ വന്നേക്കുന്നത് തൈമന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്, ഇതിലെന്താ നാണക്കേട് എന്ന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട അമ്മയും ഓ അപ്പൊ നീ ബർത്ത്ഡേ ആഘോഷിക്കാൻ മാത്രമാണോ വന്നേ, ഇതിന്റെ പുറകെ വേറെ പ്ലാൻ ഒന്നും ഇല്ലല്ലോ എന്ന് അമ്മ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവളും ഞാനിവിടെ വന്നത് നിങ്ങളെ കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാ. നിങ്ങൾ എന്നെ കുറിച്ച് എത്ര താഴ്ത്തി പറഞ്ഞാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാൻ പോകുന്നെങ്കിൽ സോറി. ഞാൻ ഒരാൾ ഇഷ്ടപ്പെടണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ നിങ്ങളല്ല എന്ന് അവളും പറയുന്നിട്ട് തൈമിന്റെ അമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവന്മാരെ അടുത്ത് നിന്നിട്ട് ഓ ഗോറിയ നിനക്ക് അവരോട് സംസാരിക്കാൻ ഇത്രയും ധൈര്യം ഉണ്ടോ, എന്തായാലും പൊളിച്ച് എന്നിന് അവന്മാരുടെ അടുത്ത് വരും. അപ്പോഴാണ് റെന്നും ഗോറിയ ടൈംതോ അവിടെ നിപ്പോണ്ട്, നീ അവനായിട്ട് പോയി സംസാരിക്കും എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ടവളും റെൻ ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്ന, ഞാൻ ഇപ്പൊ പോകും എന്നിന് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് കവനും ഓ നീ ഇത്രയും പെട്ടെന്ന് എവിടെ പോന്ന്, ഇന്ന് ഇവിടെ നീയല്ലേ സ്റ്റാർ എന്നിന് അവളെ പിടിച്ചു വെക്കും. അങ്ങനെ ഇത് കണ്ട് അവള് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് തൈമ ഇത് കണ്ട് അടുത്ത് വരുന്നത്. അപ്പൊ അവളും തൈമിനെ കണ്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും. അപ്പോഴാണ് അവനും ഗോറിയ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇരിക്കട്ടെ, എന്റെ ഗിഫ്റ്റ് എന്തിയാ എന്നിന് അവനും ചോദിക്കും. അപ്പോഴാണ് അവളത് മറച്ചു വെച്ചിട്ട് ഞാനെപ്പോ പറഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടുവന്നെന്ന് എന്നിന് അവളത് ബാക്കി മറച്ചു വയ്ക്കും. അപ്പോഴാണ് അവിടെയുള്ള സ്റ്റേജിൽ തൈമിന്റെ അമ്മ എന്തെങ്കിലും സ്പീച്ച് കൊടുക്കുന്നത്. ഇന്ന് തൈമിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്ന് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. അതിലും പ്രധാനമായിട്ട് ഈ വർഷം ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്, അവരാണ് എംബിക ഫാമിലി എന്നിന് അവരെയും പരിചയപ്പെടുത്തും. അപ്പോഴാണ് അവിടെ ഒരു ലേഡി സെക്യൂരിറ്റി ഒക്കെ തള്ളിക്കളഞ്ഞ് ആ കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓടി വന്നിട്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് എല്ലാവരും അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ഓടി വന്ന് നമ്മുടെ ഗോറയുടെ മേളിൽ വീഴും. അപ്പോഴാണ് ഇത് കണ്ട് തൈമിന്റെ അമ്മയും പറയുന്നത് ഇതാണ് ലീറ്റ, എംബിക ഫാമിലിയുടെ ഒരേ ഒരു മകൾ, ഇവളെയാണ് ടൈം കെട്ടാൻ പോകുന്നത് എന്നിന് അമ്മ ഒരു ഷോക്കിംഗ് ആയ ന്യൂസ് പറഞ്ഞോടെ ഇത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഷോക്കാവും. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.